إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسري لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, എപ്പോഴുമുള്ളൊരു ജാഗ്രത എന്നും എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കണം. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായിട്ട് പറയാണ്, വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അഅമാലുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ പാഴാക്കി കളയാൻ വേണ്ടി പാടുള്ളതല്ല. ഇത് നമ്മളോട് പറയുന്ന ഒരു അഭിസംബോധനയാണ്. അവിശ്വാസികളോട് ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ എത്ര മഹത്തരമായാലും അതൊക്കെയും എന്താണ്, പാഴാവിലാണ്, പാഴാക്കി കഴിയുന്നതാണ്. അതുകൊണ്ടാണ് അവിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മസലുൽ ലദീന കഫറൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ അവിശ്വസിച്ച ആൾക്കാർ, അഅ്മാലുഹും കർമാദനിഷ്തദത് ബിദിയു ഫി യൗമിൻ ആസിഫ്, അവരുടെ കർമ്മങ്ങളെ ഉപമിക്കാവുന്നത് കൊടുങ്കാറ്റുള്ള ഒരു ദിവസം കനത്ത കാറ്റടിച്ചു പാറിപ്പോയ വെണ്ണീറിനോടൊപ്പമാണ്. അവിശ്വാസികളുടെ കർമ്മങ്ങൾ അത് എത്ര മഹത്തരമാണ് എന്ന് നമുക്ക് തോന്നിയാലും അതൊക്കെ കനത്ത കൊടുങ്കാറ്റുള്ളൊരു ദിവസം കാറ്റടിച്ച് പാറിപ്പോകുന്ന വെണ്ണീര് പോലെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അഹങ്കാരികളും ധിക്കാരിയുമായ അക്രമികളെ പറ്റി പറഞ്ഞപ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിയുകയും നാം അതിനെ ചിതറിയ ധൂളി പോലെ ആക്കി തീർക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ കർമ്മങ്ങൾ മുഴുവനും പാഴാവിലാണ്. അതുപോലെ തന്നെ ധിക്കാരികളുടെ കർമ്മങ്ങളും പാഴാവിലാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. റസൂലേ, താങ്കൾ എങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ താങ്കളുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, അത് വളീസായി പോകും. തീർച്ചയായും താങ്കൾ നഷ്ടകാരികളുടെ കൂട്ടത്തിലായി പോകുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ,
നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണം. വലാ തബ്തിലൂ അഅ്മാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ പാഴാക്കി കളയാൻ വേണ്ടി പാടുള്ളതല്ല. ഇത് നമ്മോട് പറയുന്ന അഭിസംബോധന രീതിയാണ്. നമുക്കറിയാം, നാളെ മഹ്ശറിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന 3 കൂട്ടരുണ്ട്. വ്യത്യസ്ത രീതിയിൽ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നത് ഇന്ന അവ്വലൻ നാസി യഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി റജുൽ ഇസ്തുശ്ഹിദ, ഷഹീദായ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളെയാണ്. ആ മനുഷ്യനെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്തു കൊടുത്തത് അനുഗ്രഹങ്ങൾ മുഴുവനും എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കും. നിനക്ക് ഇങ്ങനെ ചെയ്തില്ലയോ, ഇന്ന് അനുഗ്രഹം നൽകിയില്ലയോ, ഇന്ന് ആരോഗ്യം നൽകിയില്ലയോ, ഫമാ അമിൽത ഫീഹ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതറിയോ, നീ എന്താണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്തത്? അപ്പൊ ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, ഞാൻ നിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടുണ്ട്, രക്തം പൊടിഞ്ഞിട്ടുണ്ട്, നിന്റെ മാർഗത്തിൽ രണാംഗത്തിൽ പടവെട്ടിട്ടാണ് ഞാൻ ഷഹീദായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്നതാണ്, കസബത്ത, നീ കളവാണ് പറഞ്ഞത്. വലാകിന്നക തത്തലിൻ യുഖാലു ജരീഅ, അതെ, നീ ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടായിരുന്നു യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. നീ ആൾക്കാർ നിന്നെപ്പറ്റി നല്ല യോദ്ധാവാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു നീ പ്രവർത്തിച്ചിരുന്നത്. ഞാൻ നല്ല സംഘാടകനാണ്, ഞാൻ നല്ല ദായിയാണ്, ഞാൻ നല്ല ഖതീബാണ്, ഞാൻ നല്ല ഇമാമാണ്, അതിനു വേണ്ടിയിട്ടാണല്ലോ നീ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖം നിലത്ത് ഉരച്ച് വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമെന്നാണ്. എത്ര നല്ലൊരു പ്രവർത്തനം ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ അല്ലാഹുവിന്റെ മുന്നിലെത്തിയാൽ അയാളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ അതേ ഹദീസിൽ തുടരുകയാണ്, ഒരു മനുഷ്യൻ നല്ല ഇൽമു സമ്പാദിച്ചു, ധാരാളം ഖുർആന്റെ ഹിഫ്ളാക്കുകയും അതിന്റെ തഫ്സീറുകളൊക്കെ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി, ആ മനുഷ്യനെയും ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരാൻ അയാളോട് പറയും, നിന്നെ ഞാൻ നല്ലൊരു ഹാഫിളാക്കിയില്ലയോ, നിന്നെ ആ ഇന്ന പള്ളിയിൽ ഇമാമാക്കിയില്ലയോ, നിന്നെ ഖതീബാക്കിയില്ലയോ, ഇന്ന് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നില്ലയോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ സമ്മതിക്കും. എന്നിട്ട് പറയും, ഫമാ അമിൽത ഫീഹാ, നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി ദഅവാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട, പള്ളിയിൽ ഇമാമായി നിന്ന, ജനങ്ങൾക്ക് ക്ലാസ് എടുത്ത ഖതീബായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? അപ്പം പറയും, തഅല്ലംതു ഇൽമൻ വഅല്ലംതു, ഞാൻ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ധാരാളം ഇൽമ സമ്പാദിച്ചു. അതെന്താണ്? അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന് ക്ലാസ് നടത്തി. വഖറഅതു ഫീക്കൽ ഖുർആൻ, നിനക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കസബത വലാകിന്നക, അതെ, നീ കളവാണ് പറയുന്നത്. നീ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? ഞാൻ നല്ലൊരു പണ്ഡിതനാണ്, ഞാൻ ആൾക്കാരുടെ മുന്നിൽ അറിയപ്പെടണം, ഞാൻ നല്ലൊരു പ്രബോധകനാണ്, ഞാൻ നല്ലൊരു സംവാദകനാണ്, ഞാൻ നല്ല ഒരു ദാഴിയാണ്, ഞാൻ നല്ലൊരു ആലിമാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നീ പ്രവർത്തിച്ചത്? അത് നിനക്ക് ദുനിയാവിൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മലക്കുകളോട് കൽപ്പിക്കുമെന്ന വലാകിന്നക, അതെ, ഇവനെ പിടിച്ചിട്ട് മുഖം നിലത്ത് ഉരച്ച് വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൽപ്പിക്കുമെന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. സഹോദരന്മാർ, അള്ളാഹുവിന്റെ മുന്നിൽ കർമ്മങ്ങൾ പാഴായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുള്ള നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്ത ഒരു വ്യക്തി, ഇതേ ഹദീസിലുണ്ട്, അയാൾ അള്ളാഹുവിനോട് പറയുമെന്നാണ്, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പള്ളിയെടുക്കാനും മറ്റുള്ള എല്ലാ മേഖലകളിലും ഞാൻ എൻ്റെ സമ്പത്ത് വിനിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ഉത്തരം പറയുമെന്നാണ് മലക്കിനോട്, നീ ജനങ്ങളെ മുന്നിൽ ഞാനൊരു നല്ല ധർമ്മിഷ്ഠനാണ് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തത്, വലിച്ചു കൊണ്ടുപോ നരകത്തിൽ എന്ന് കൽപ്പിക്കുമെന്നാണ്. സഹോദരന്മാരെ, എന്താണ് ഇവിടെയൊക്കെ പറ്റിപ്പോകുന്നത്? നമ്മുടെ നിയ്യത്തിന്റെ ഭംഗമാണ്. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? ആരോടാണ് നമ്മൾ സംവദിക്കുന്നത്? ആരുടെ പ്രീതി കാംക്ഷിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആത്യന്തികമായ നിയ്യത്ത് നമ്മൾ നിന്ന് പോയാൽ, നിലച്ചു പോയാൽ, അല്ലാഹുവിന്റെ മുന്നിൽ ഹൃദയങ്ങളുടെ സൂക്ഷ്മത വളരെ വ്യക്തമായിട്ട് അറിയുന്ന ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ, നമ്മുടെ സൃഷ്ടാവിന്റെ മുന്നിൽ നമ്മുടെ കർമ്മങ്ങൾ പാളികളായി, ധൂളികളായി
മാറിപ്പോകുമെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉസാമത്ത് ബിൻത് സെയ്ദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, സമയത്ത് യഖൂലു യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ ഫയുൽഖാ ഫിന്നാരി ഫതൻദലികു അക്താബു ഫിന്നാർ ഫയദൂറു കമാ യദൂറുൽ ഹിമാർ ബിർറഹ ഫയജ്തമിഉ അഹ്ലുൻ നാരി അലൈഹി ഫയഖൂലൂന ഐ ഫുലാൻ മാ ഷഅനുക. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുമെന്ന ആ ഏറിന്റെ ആഘാതത്താൽ അവന്റെ കുടൽമാലകളെല്ലാം പുറത്തു ചാടുകയും കഴുത ആസുകല്ലിന് ചുറ്റും കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ മറ്റു നരകവാസികൾ ആ മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ചെല്ലും, ഐ ഫൂലാൻ മാ ഷഅനുക, അല്ല എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളാണല്ലോ നിങ്ങളാണല്ലോ നാട്ടിൽ വെച്ചിട്ട് ഭൂമിക്ക് മേലെ വെച്ചിട്ട് നമ്മളോട് നന്മ കൽപ്പിച്ചത്, തിന്മ വിരോധിച്ചത്. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ നമ്മളെപ്പോലെ നരകശിക്ഷ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും കാഠിന്യത്താൽ നരകശിക്ഷ അനുഭവിക്കുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ, ആ ദായിയായ മനുഷ്യൻ പറയും, കുന്തു അമ്രുക്കുംബിൽ മഅറൂഫി വലാ ആതി, ഞാൻ നിങ്ങളോട് നന്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നീ എന്താണ് ഇങ്ങനെ പ്രശ്നമാകുന്നത്? ഭാര്യയോട് നല്ല രീതിയിൽ എടുക്കണ്ടേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭാര്യയോട് ഞാൻ വളരെ മോശമായ സ്വഭാവത്തിലായിരുന്നു. എന്താ നീ ഭർത്താവല്ലേ, ഒന്ന് അനുസരിക്കണ്ടേ, നല്ല സ്വഭാവത്തിൽ നിൽക്കണ്ടേ എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലെ എൻ്റെ ഭർത്താവിനോട് ഞാൻ വളരെ മോശപ്പെട്ട സ്വഭാവത്തിലായിരുന്നു. അതേ, തിന്മ ഞാൻ വിരോധിച്ചിരുന്നു, പല തിന്മകളും ഞാൻ വിരോധിച്ചിരുന്നു. പക്ഷെ ആ തിന്മകളൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. സഹോദരന്മാർ, അള്ളാഹുവിന്റെ മുന്നിൽ നിന്നാൽ നമ്മുടെ കർമ്മങ്ങൾ പാഴായി പോകുന്നുണ്ടോ എന്ന ആത്യന്തികമായ ഒരു ചിന്ത, ഒരു വിചിന്തനം അത് നമുക്കുണ്ടായിരിക്കണം. സഹോദരന്മാർ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, നിങ്ങൾക്ക് ഗീബത്ത് എന്താണെന്ന് അറിയാമോ? പരദൂഷണം. അപ്പൊ സഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണ് അറിയുന്നത്. അപ്പം പറഞ്ഞത്, സിക്റുക അഖാക ബിമാ യക്റഹ്, അതെ, നിന്റെ സഹോദരന് അനിഷ്ടകരമാകുന്ന സംഗതി നീ അവനെ കുറിച്ച് പറയലാണ്. നമ്മൾ ഒരാളെ പറ്റി പറയാണ്, എന്ത്, അയാൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അയാൾ കേട്ടാൽ അയാൾ വെറുക്കുന്ന സംഗതി. അപ്പം പറയാം, നീ അയാൾ അറിഞ്ഞേക്കല്ലേ, അയാളോട് പറഞ്ഞേക്കല്ലേ, മൂപ്പർ ഇതൊക്കെ പറഞ്ഞേക്കല്ലേ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അയാളുടെ പച്ച മാംസം ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് ഗീബത്ത്. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല്, ഞാൻ പറയുന്നത് എൻ്റെ സഹോദരന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികൾ ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യം എൻ്റെ സഹോദരന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം എന്താ? അഹാക്ക, നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളിൽപ്പെട്ട സഹോദരൻ, ആ സഹോദരന് ഉള്ളതാണെങ്കിലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമുക്കൊക്കെ ഇവരറിയാം. അതെ, നിന്റെ സഹോദരന് ഉള്ളതാണെങ്കിൽ നീ അവനെ പറ്റി ഗീബത്ത് പറഞ്ഞു. ഫഇല്ലം യകുൻ ഫീഹി വഖദ് ബഹത, ഇനി ഇല്ലാത്തതാ പറഞ്ഞത്, നീ കളവ് പറഞ്ഞു എന്നാണ്. സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ പര്യവസാനം? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവും. മറ്റു പലരെ കുറിച്ചിട്ടും കുറേ ഗീബത്ത് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടാവും. പരദോഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. അവനൊരു നിയന്ത്രണമൊന്നുമില്ലാത്ത മനുഷ്യന്മാർ. സഹോദരന്മാരെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അലാ ഉഖ്ബിർകും ബിശറാരിക്കും, നിങ്ങളിൽ ഏറ്റവും നീചന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടിയോ? സഹാബികളെ നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ, നീചന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടിയോ? അപ്പൊ സഹാബികൾ പതിവായി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല. അൽ മശ്ശാഊന ബിൻ നബീമ, ഏഷണി പറഞ്ഞ് നടക്കുന്നവരാണ്. എന്താ ഏഷണി പറയാ എന്ന് പറഞ്ഞാൽ, അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, ഇഷ്ടക്കാരിൽ കുഴപ്പമുണ്ടാക്കുക, ഇഷ്ടക്കാരിൽ വെറുപ്പുണ്ടാക്കുക. ഇപ്പൊ നല്ല ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലാണ്, എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ അത്രയൊന്നും ഇഷ്ടത്തിലല്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ല, പക്ഷെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അളിയൻ അവർ തമ്മിൽ നല്ല ഐക്യത്തിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ അവരെ കുറിച്ച് തെറ്റിക്കുന്ന രീതിയിൽ പറഞ്ഞു വരത്താം. എന്താണെന്നറിയാം, നിരപരാധികൾക്ക് കുറ്റം ആഗ്രഹിക്കാം. നിരപരാധിയായ അയാളെ കുറ്റം ആഗ്രഹിക്കുക. അയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ അങ്ങനെ തന്നെ, അവൻ അങ്ങനെ തന്നെ
എന്ന് ഞാൻ വിധിക്കാം. അയാളെ പറ്റി ചോദിച്ചോ, നിന്റെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ നിന്റെ നിലപാടെന്താ ചോദിച്ചോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നീ എടുത്ത സാഹചര്യം എന്തായിരുന്നു എന്നെങ്കിൽ ചോദിച്ചോ. ഒന്നും ചോദിച്ചില്ല. അയാളെ കുറിച്ച് ഞാൻ വിധി കൽപ്പിച്ചു. അയാൾ അങ്ങനെ തന്നെ നിരപരാധികളുടെ മേൽ കുറ്റം ആഗ്രഹിക്കുക. അതെന്താണ്? അത് നമീമത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ലാ യദ്ഖുലുൽ ജന്നത ഖത്താദ്, അല്ലെങ്കിൽ നമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നഖ്നുൽ കലാം ലിൽ ഫസാദ്, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്നവരാണ് ഏഷണിക്കാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാർ, ഇത് മതപ്രബോധന രംഗത്തൊക്കെയും വളരെ കൃത്യമായി ചിന്തിക്കേണ്ട, ദായിമാരൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ഭാഗത്ത് ഇല്ലാത്ത വാദം മറ്റൊരു ഭാഗം ഉന്നയിക്കുക, അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുക. മറ്റുള്ളവർ എത്ര സത്യം പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അവരെ നരകവാസികളാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മറ്റൊരു തരത്തിൽ ഏഷണിന്റെ പരിധിയിൽ പെടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, യാ മഅ്ശറ മൻ ആമന ബിലിസാനി, നാവ് കൊണ്ട് ഈമാൻ പ്രഖ്യാപിച്ചവരെ, നാവ് കൊണ്ട് ഈമാൻ പ്രഖ്യാപിച്ചവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചവരെ, വലം യദ്ഖുലുൽ ഈമാനു ഖൽബ, ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കാത്തവരെ, ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കാത്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, മുസ്ലിമിന്റെ ഏഷണി ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല. വലാ തത്തബി ഔറാത്തിഹിം, അവരുടെ ന്യൂനതകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അവരുടെ ന്യൂനതകൾ, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. അതെ, ഒരാളുടെ ന്യൂനതയുടെ പിന്നാലെ പോയാൽ അയാളുടെ ന്യൂനത, അതിന്റെ പിന്നാലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വരുമെന്നാണ്. നമ്മളൊരു മനുഷ്യന്റെ കുറവുകൾ നോക്കി നടക്കുക, അയാളുടെ കുറ്റം, കുറവ്, അത് മാത്രമാണ് നമുക്ക് അയാളെ പറ്റിയുള്ളൂ. അയാളുടെ ഒരുപാട് നന്മകൾ ഉണ്ടാവാം, അതിനൊന്നും നമുക്ക് നോട്ടയില്ല. എങ്കിലേ നമ്മുടെ കുറവിന്റെ പിന്നാലെ ആരുണ്ട് എന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എത്ര ഗുരുതരമായ വിഷയമാണ് സഹോദരന്മാരെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദ്റൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്ക് മുഫ്ലിസിനെ അറിയാമോ? പാപ്പരായ ആൾക്കാരെ അറിയാമോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പരായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പണമില്ലാത്ത ആളല്ലേ, ഭൗതികമായ വിഭവങ്ങളില്ലാത്ത ആളല്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസു മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. അതെ, ഖിയാമത്ത് നാളിൽ വരുന്നൊരു കൂട്ടരുണ്ട്, അത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരെയാണ് മുഫ്ലിസ്, പാപ്പരായ ആൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്താ അറിയാമോ? അവർ ധാരാളം നിസ്കരിച്ചിട്ടുണ്ടാവും, അവർ ധാരാളമായി നോമ്പ് നോച്ചിട്ടുണ്ടാവും, സകാത്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ കദിശതമഹാദ, അയാള് ചീത്ത വിളിച്ചിട്ടുണ്ടാവും, മക്കളെയൊക്കെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ടാവും. വഖദഫഹാദ, കളവ് പറഞ്ഞ ആൾക്കാരുണ്ടാവും, ഇല്ലാത്ത പറഞ്ഞ ആളായിരിക്കും, കളവ് പറയുന്ന ആളായിരിക്കും, ചീത്ത വിളിച്ച ആളായിരിക്കും. വക്കലമാലഹാദ, മറ്റുള്ളവരുടെ പണം തിന്ന ആളായിരിക്കും. വസഫക്കദമാദ, രക്തം ചീന്തിയ ആളായിരിക്കും. വളർബഹാദ, അടിച്ച ആളായിരിക്കും. ഫയോർതഹദ മിൻ ഹസനാതി വാദ മിൻ ഹസനാതി, എങ്കിലേ ദുനിയാവിൽ അയാൾക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എന്നാൽ കളവ് പറയുന്നതിലോ തെറ്റുകുറ്റങ്ങളിലോ അയാൾക്ക് ഒരു കുറവുമില്ലെങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ എന്ത് ചെയ്യുന്നത്? ഇയാൾ ആരെയാണ് ദ്രോഹിച്ചത്, ആരെയാണ് ഉപദ്രവിച്ചത്, ഇയാളുടെ നന്മകൾ മുഴുവനും ആ ഉപദ്രവിപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുകയും അയാളുടെ മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ഇയാളുടെ തലയിൽ ചാർത്തിയിട്ട് അവസാനം ഇയാൾ പാപ്പരായി ഇയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥ. ആ അവസ്ഥയെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുള്ളത്, മുഫ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാർ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും കേൾക്കുന്ന വിഷയമാണ്. പക്ഷെ നമ്മുടെ മനസ്സിനുണ്ടാക്കേണ്ട തസ്കിയത്ത് അത് അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലഅലമന്ന ഖുവാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിലൻ ഫജഅലല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. ഖിയാമത്ത് നാളിൽ ഒരു കൗമിനെ, ഒരു വിഭാഗത്തെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട, ഇവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന പദം എന്തറിയോ? എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഞാൻ അറിയുക തന്നെ ചെയ്യുമെന്നാണ്. അവർ നാളെ വെളുത്ത തിഹാമ പർവ്വതം പോലെ സൽക്രമങ്ങൾ ചെയ്തവരായിരിക്കും. മദീനയിലുണ്ടായ ഒരു പർവ്വതത്തിന്റെ പേരാണ് തിഹാമ. അതുപോലെ സൽക്രമം ചെയ്ത ഹജ്ജുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, വലിയ ഒരുപാട് സൽക്രമങ്ങളുണ്ട്. അതുമായി അല്ലാഹുവിൻ്റെ മുന്നിൽ വരുന്ന ആളാണ്.
പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായിക്കളെന്നറിയോ, അതിനെ ഹബാഅൻ മൻസൂറായി കളയും, അടിച്ച് പൊളിച്ച് ധൂളികളാക്കി കാറ്റിൽ പറത്തി കളയുമെന്നാണ്. അത് കേട്ട സഹാബികൾക്ക് സംശയമായി. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, സിഫും ലനാ ജല്ലിഹും ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അള്ളാഹുവിന്റെ പ്രവാചകരെ, അവരുടെ അടിയാളങ്ങൾ പറഞ്ഞു തന്നാലും നാം അറിയാതെ അവരിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ താങ്കൾ പഠിപ്പിച്ചു തന്നാലും അറിയാതെ അതിൽ പെട്ടുപോകാം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സൂക്ഷിക്കാമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് ഞാനും നിങ്ങളും അടിവരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അറിയണം കേട്ടോ, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, നമ്മളിൽപ്പെട്ടവരാണ്, സഹോദരന്മാരാണ്. വമൻ ജിൽദത്തിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണ്, നിങ്ങൾ തന്നെയാണ്, നിങ്ങളിൽ ഉള്ളവർ തന്നെയാണ്. വയഖ്ദൂന മിനൽ ലൈലി കമാ തഖ്ദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് പോലെ അവർ രാത്രി നിസ്കരിച്ചവരായിരുന്നു. പക്ഷേ ഒറ്റക്കാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിൽ അവർ ഒറ്റപ്പെട്ടാൽ പ്രസ്തുത ഹറാമുകളെ അവർ യഥേഷ്ടം പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമ്പോൾ നഗ്നമായ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ട്, ഒരു വീഡിയോ കണ്ട്, അതിലിങ്ങനെ പ്രസ് ചെയ്തു, കുറച്ച് സമയം അതിങ്ങനെ നോക്കിയിരുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വേറൊരു വാർത്ത കണ്ടു, ഒരു മോശമായൊരു വാർത്ത, അതിങ്ങനെ കണ്ട് ആസ്വദിച്ചു. ആരും കാണുന്നില്ല, ഒരു റൂമിലാണ്, ഒറ്റക്കാണ്, നോക്കാൻ ആരുമില്ല. പക്ഷെ നമ്മൾ എവിടെയാ ഉള്ളത്? നമ്മൾ ഹറാമിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്ക് ഹജ്ജുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്, പക്ഷെ ഒറ്റക്ക് നിൽക്കുമ്പോഴൊക്കെ ഹറാമിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ച് പാളീസാക്കി കളിയും എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമൻ, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണം, ഊഹങ്ങളെ സൂക്ഷിക്കണം. അതെ, ഊഹം എന്ന് പറഞ്ഞത് വ്യാജ വർത്തമാനമാണ്. എന്താണ് ഈ ഊഹം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ എന്റെ സഹോദരനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഊഹിച്ചു കൊണ്ടിരിക്കാം, എൻ്റെ ഒരു സഹോദരിയെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ ആങ്ങളിനെ കുറിച്ച്, എൻ്റെ അയൽവാസിയെ കുറിച്ച്, പള്ളിയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് ഞാനിങ്ങനെ അയാളെ പറ്റി വ്യാജമായൊരു ഊഹം ഇങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ടേയിരിക്കുക. അതെന്താണ്? അത് കള്ളത്തരമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, എന്നെയും നിങ്ങളെയാ വിളിക്കുന്നത്. എന്താ പറയുക? ഇജ്തനിബു കസീറൻ മിനൽ ളൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ഊഹങ്ങളിൽ അധികം വെടിയണം. ഇന്ന ബഅദ ഇസ്മുൻ, ചില ഊഹങ്ങൾ എന്താണ്? അത് പാപമാണ്, പാപമാണെന്ന. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. വലാ യക്തുബ് ബഅദുക്കും ബഅദ, നിങ്ങൾ ചിലരെ കുറിച്ച് ഏഷണി പറയരുത്. അയുഹിബ്ബു അഹദുക്കും അയകുല ലഹമ അഖീ മൈത, നിങ്ങളുടെ സഹോദരന്റെ മയ്യത്തിന്റെ ഇറച്ചി തിന്നാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, നിങ്ങൾ അത് വെറുക്കല്ല ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം എന്ന് പറഞ്ഞു തരികയാണ്. സഹോദരന്മാരെ, ഊഹങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഊഹിച്ചു കൊണ്ട് ഉണ്ടാക്കി കെട്ടിപ്പടുത്തി ഉയർത്തുണ്ടാക്കുന്ന വ്യാജമായ പല സങ്കല്പങ്ങളും ചിലപ്പോൾ അത് ഏത് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണമെന്നില്ല. അതാണ് പിന്നീട് തച്ച് പൊളിഞ്ഞ് തീരുന്ന പല കുടുംബ ബന്ധങ്ങൾക്കും ശിഥില ബന്ധങ്ങൾക്കും പല രൂപത്തിലുള്ള പ്രയാസങ്ങൾക്കും മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പറഞ്ഞ ഊഹങ്ങളെ കുറിച്ച് എന്താക്കണം? നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടൊരു കാഴ്ചയെ പറ്റി പറയുകയാണ് കേട്ടോ. ലമ്മ അർജബി റബ്ബി അസ്സ വജല്ല മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാശിൻ യഹ്മുശൂന വുജൂഹഹും വസുദൂറഹും, ഞാനൊരു വിഭാഗത്തെ കണ്ടുമെന്നാണ് നരകത്തിൽ വെച്ചിട്ട്. എന്താണെന്നറിയോ? അവർക്ക് ലോഹം കൊണ്ടുള്ള നഖം ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവർ മാന്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളും എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചുപ്പക്കത്തു മൻ ഹൗലായ ജിബ്രീൽ, ജിബ്രീലെ ആ കൂട്ടർ ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹൗലായി ലദീന യഖുലൂന ലുഹൂമൻ നാസി വയഖൗന ഫീ അറാളിഹിം, അവരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പച്ച മാംസം തിന്നവരാണ്, ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരാണ്,
ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരാണ്. എല്ലാവർക്കും ഒരു അഭിമാന ബോധമുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും ഒരു അഭിമാന ബോധങ്ങൾ. ഓരോ വ്യക്തിക്കും ഓരോ അഭിമാന ബോധമുണ്ട്. ഒരു വ്യക്തിയുടെ അഭിമാന ബോധത്തെ ഇടിച്ച് താഴ്ത്തുന്ന രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അയാളെ വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുക. ഭാര്യയ്ക്കൊരു അഭിമാന ബോധമുണ്ട്, എപ്പോഴും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭർത്താവിനൊരു അഭിമാന ബോധമുണ്ട്, അയാളുടെ പോരായ്മകളും ഇല്ലായ്മകളും മറ്റുള്ളവരോടോ മക്കളോടോ പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്താണിത്? അഭിമാന ബോധത്തിന് ക്ഷതം വരുത്തുക. അല്ലെങ്കിൽ ഓരോരോ വിഭാഗം, ആ വിഭാഗത്തിന് ഒരു ഇസ്സത്തുണ്ട്, അഭിമാന ബോധമുണ്ട്, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് പരിണിത ഫലം? നാളെ പരലോകത്ത് അവർ സ്വയം മാന്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവരുടെ നെഞ്ചുകളും മുഖങ്ങളും ഇങ്ങനെ മാന്തിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് പഠിപ്പിച്ചിരുന്നത് അവരുടെ കർമ്മങ്ങൾ പാഴായി പോകുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ചെയ്തു കൂട്ടുന്ന നമ്മുടെ കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് പാഴാകുന്നുണ്ടോ എന്നുള്ള ആത്യന്തികമായ വിചിന്തനം, ചിന്ത അത് നമുക്കുണ്ടായിരിക്കണം. ആ രൂപത്തിലുള്ള ഒരു പരിവർത്തനം ചെയ്യുന്ന മനസ്സിന്റെ ഉടമകളാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു ഹദീസിൽ കാണാം, അന്ന റജുലൻ അറാബിയൻ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അറാബിയായ മനുഷ്യൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അർറജുലു യുഖാതിലു ലിമഗ്നബി വറജുലു യുഖാതിലു ലിയുസ്കറ വറജുലു യുഖാതിലു ലിയുറ മകാനു ഫമൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ചിലര് യുദ്ധം ചെയ്യുന്നു ഗനീമത്ത് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ യുദ്ധാർജിത സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിലർ പ്രശസ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ചിലർ ആളെ കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഫമൻ ഫീ സബീലില്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആൾ? ഇങ്ങനെ പല ആൾക്കാരും പല രൂപത്തിൽ ദീനീ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. യുദ്ധരംഗത്താകട്ടെ ഇങ്ങനെ പലരും യുദ്ധം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി അഅല ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കാൻ വേണ്ടി ആരാണോ യുദ്ധം ചെയ്യുന്നത് അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കാൻ വേണ്ടി ആരാണോ പോരാടുന്നത്, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്, അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് എന്ന് ആരാണ് പഠിപ്പിച്ചു തരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ 7 വിഭാഗം ആളെ എണ്ണിയല്ലോ. എന്ന് പറഞ്ഞല്ലോ. 7 വിഭാഗം ആൾക്കാർക്കാണ് അള്ളാഹുവിന്റെ അർശിന്റെ പ്രത്യേകമായ തണല് നാളെ ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണിയത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് തെറ്റ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരു ഭരണാധികാരിയാണ്, പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീതിമാനായ ഭരണം നടത്തി. മറ്റൊന്ന് വശാബുൻ നശഫി ഇബാദത്തി റബ്ബി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ച ഒരു യുവാവ്. അവന് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവന്റെ യുവത്വം അവൻ കഴിച്ചു കൂട്ടിയത്. വറജുൽ കൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പള്ളിയുമായി എപ്പോഴും ബന്ധം പുലർത്തിയ ഒരു മനുഷ്യൻ. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന, ഘടിപ്പിച്ച, വിട്ടുപിരിയാത്ത എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിന്റെ മസ്ജിദുമായി പള്ളിയുമായി എപ്പോഴും ബന്ധം പുലർത്തിയ ഒരു മനുഷ്യൻ. വറജുലാനി തഹാബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖാ അലൈഹി, അതെ, 2 പേര് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ മരണം അവരെ വേർപ്പെടുത്തി. വറജുലുൻ തലബതു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഒരു സ്ത്രീ, സൗന്ദര്യവതിയായ സ്ത്രീ, കുലീനതയായ ഒരു സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ ഒരു പുരുഷൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ പുരുഷൻ. അതുപോലെ തന്നെ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. വറജുലുൻ
തസദ്ദഖ അഖ്ഫ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. വലത് കൈ കൊണ്ട് ചെലവഴിച്ചത് ഇടത് കൈ അറിയാതെ പരിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. മറ്റൊന്ന് വറജലുൻ സക്കറല്ലാഹു ഖാലിയൻ ഫഫാദത്ത് ഐനാഹു, അല്ലാഹുവിന് വേണ്ടി കണ്ണീർ പൊടിച്ച മനുഷ്യൻ. സഹോദരന്മാരെ, ഈ 7 വിഭാഗത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? അവർ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചിട്ടാണ് അവർ ഈ ദുനിയാവിലെ സാഹചര്യങ്ങളും സാമ്യവും കഴിഞ്ഞുപോയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരാൻ വേണ്ടി നമ്മൾ അതികഠിനമായ പരിശ്രമം നടത്തണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ കർമ്മങ്ങൾ പാഴായി പോകും എന്ന സൂചനയാണ് ഈ ഖുത്ബ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഹൻ യൻതസിഖു മിനൻ നാസ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അതെ, ജനങ്ങളിൽ നിന്ന് അറിവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്ക് ഊരിയെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവൻ പണ്ഡിതന്മാരെ പിടിച്ചുകൊണ്ടാണ് അറിവിനെ ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ അറിവില്ലാത്ത അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ എങ്ങനെയാണ്? അവരെ കൂട്ടത്തിലുള്ള നല്ല ദായികളെ ഇല്ലാതാക്കിക്കൊണ്ടാണ്, നല്ല അറിവുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് ഇൽമ ഉയർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ജനങ്ങളിൽ നിന്ന് ഇൽമ ഉയർത്തപ്പെട്ട എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ആൾക്കാർ ജനങ്ങളിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ എന്തറിയാമോ? അവരെപ്പെട്ട ജാഹിലുകളെ പിടിച്ച് പണ്ഡിതരായിട്ട് അവരോധിക്കും. കുത്തുബ പറയുന്ന ആളെ, അല്ലെങ്കിൽ നല്ല പ്രസംഗിക്കാൻ കഴിവുള്ള ആളെ, അവരൊക്കെ എന്തൊക്കെ വലിയ ആലിമായിട്ട് കൊണ്ടു നടക്കും. എന്നിട്ട് ജനങ്ങൾ അവരോട് ഫത്വ ചോദിക്കും. എങ്ങനെയുണ്ട് ഇന്ന വിഷയത്തിൽ ഫത്വ? അവര് സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. ഒരു ഖുർആനിൽ നിന്ന് ഒരു പേജ് നല്ല രീതിയിൽ ഖിറാഅത്തോടെ തജ്വീദ് നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ ചിലപ്പോൾ അയാൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. എന്താണ് ഇതിന്റെ ഹക്കാമ് എന്നറിയാൻ വേണ്ടി പറ്റുകയില്ല. അല്ലെങ്കിൽ ഒരു ഖുർആനിക ആയത്ത്, ഒരു അറബി ഉദ്ധരണി, ഒരു പേജ് ഇറാബൊന്നും ഇല്ലാത്ത ഒരു കിതാബിൽ നിന്ന് ഉദ്ധരണി വായിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരെ ജനങ്ങൾ എന്താക്കും? വലിയ ആലിമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് അയാളോട് ഫത്വകൾ ചോദിക്കും. എന്നിട്ടോ പരിണതഫലം എന്താണ്? അയാൾ സ്വയം പിഴക്കുകയും ചെയ്യും, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന്. ഇത് ആര് പറഞ്ഞാൽ മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ ഒരു തീക്ഷണമായൊരു അന്തരീക്ഷം ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരും പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്. നമ്മൾ കൊണ്ടു നടക്കുന്ന ആലിമുകൾ, അവരുടെ എന്താണ് അവസ്ഥ, എന്താണ് അവരുടെ നിലവാരം, എന്താണ് ആരും പരിശോധിക്കുന്നില്ല. നല്ലൊരു ഖത്തീബായാൽ അയാൾ വലിയ ആലിമാണ്, നല്ലൊരു പ്രാസംഗികനായാൽ അയാൾ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ചിലപ്പോൾ ഒരു കിതാബിൽ നിന്നൊരു ഇറാബ് ഇങ്ങനെ തുറന്ന് വായിക്കാൻ പോലും കഴിവില്ലാത്തവരായിരിക്കും. ചിലപ്പോൾ പേടിച്ചിട്ടാണ് മറ്റ് ആലിമുകളെ മുന്നിൽ അത് വായിക്കാൻ തന്നെ അവർക്ക് സാധിക്കാം. സഹോദരന്മാരെ, ഇതിനൊക്കെ ഏറ്റവും നല്ല അടിസ്ഥാനം എന്നൊരു ഇൽമ നേടുക എന്നുള്ളതാണ്. ഇൽമ നേടുക, അറിവുകൾ സമ്പാദിക്കുക. എവിടെ നിന്നാണ് അറിവ് സമ്പാദിക്കേണ്ടത്? സെൽഫുകളുടെ വഴിയിൽ നിന്നായിരിക്കണം നമ്മൾ അറിവ് സമ്പാദിക്കേണ്ടത്. ഈ സമൂഹത്തിൽ ചിത്രശക്തികളും ഇസ്ലാമിനെ വളരെ വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രവണതകൾ എമ്പാടുമുണ്ട്, പല രൂപത്തിലുമുണ്ട്. ഒരു യുക്തിയുമില്ലാത്ത യുക്തിവാദികൾ എന്ന് സമൂഹത്തിൽ ഇങ്ങനെ ഗണിച്ച് നടക്കുന്ന ആൾക്കാർ ഇസ്ലാമിനെതിരെ മാത്രമാണ് അവർ സംസാരിക്കുന്നത്, വേറൊരു മതത്തിനെതിരെ അവർ സംസാരിക്കുന്നില്ല. ഇസ്ലാമിനെതിരെ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അതിനൊക്കെയുള്ള വ്യക്തമായ മറുപടികൾ കാലാന്തരത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കാറുണ്ട്. അതുപോലുള്ളൊരു പ്രോഗ്രാമാണ് നാളെ ശനിയാഴ്ച 5 മണിക്ക് EK നായനാർ അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിച്ചു. പരമാവധി പേർ അതിൽ പങ്കെടുക്കണം. എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന തത്വങ്ങൾ, സംഹിതകൾ, അത് നമ്മൾ കൂടി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. മറ്റന്നാൾ പ്രൊഫഷണൽ ഫാമിലി മീറ്റിംഗ് രാവിലെ ഒരു 8:30 മണി മുതൽ 4:30 മണി വരെ EK നായനാർ ഓഡിറ്റോറിയത്തിൽ അക്കാദമിയിൽ വെച്ച് തന്നെ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ മേഖലയിൽ പങ്കെടുക്കുന്ന കുടുംബക്കാരുടെ സംഘമാണ്. വ്യത്യസ്തരായ ദായിമാർ, പ്രബോധകന്മാർ, വ്യത്യസ്തരായ പ്രബോധകന്മാർ പല വിഷയങ്ങളെ ആസ്പദമാക്കി അവിടെ പല രൂപത്തിലുള്ള ക്ലാസും പ്രബോധന രീതിയിലേക്ക് ക്ഷണിക്കുന്ന മാർഗങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെക്കാൾ കഴിയുന്ന ആരൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ അതിലേക്ക് പങ്കെടുപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമുകൾ നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക.
വിദഗ്ധകൾ കഴിയൊഴിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. യഥാസോടുകൂടിയും പ്രതിഫലിച്ചോടുകൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവെ സദാ മറന്നു കൊണ്ടുകൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ അള്ളാഹുവെ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അള്ളാഹു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അവസാന സമയമാക്കുകയും യക്കീനോട് കൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ അവരെയും മാറ്റിത്തീർക്കണമേ. അള്ളാഹു നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.